നല്ല ചതച്ച മസാല ചേർത്ത കൂർക്ക ഒലത്തിയത് എങ്ങനെയാണെന്നുള്ളതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. കൂർക്ക ഇപ്പം നല്ല സീസണാണ്. ഞാനിപ്പോൾ കൂർക്ക മഞ്ഞപ്പൊടി ഉപ്പ് മാത്രം ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10-12 ചുവന്നുള്ളി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നന്നായിട്ട് കല്ലിൽ വെച്ച് ചതച്ചെടുക്കണം. അതാണ് അതിൻ്റെ ടേസ്റ്റ്. പിന്നെ ചതച്ച മുളക്, പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ നല്ല വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. കറിവേപ്പിലയും വേണം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് മതി. ഇപ്പോൾ കൂർക്ക ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചതച്ച മസാല ചേർത്ത കൂർക്ക മെഴുക്ക് വരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കുക. കൂർക്ക ഉലത്താനായിട്ട് ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് കടുക്. ആ കടുക് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ് കൂർക്കയുടെ കൂടെ. ഇപ്പോൾ കടുക് ദേ പൊട്ടി വരുന്നുണ്ട്. അതിനകത്തോട്ട് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കല്ലിൽ അല്ലെങ്കിൽ മിക്സിയിൽ ഒരു ഇത് ചതച്ചത് അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇങ്ങനെ കുറേശ്ശെ കടിക്കാനുണ്ട്, പക്ഷെ അത് നല്ലതാണ്. അതാണ് നമ്മൾ അരിഞ്ഞ് ചേർക്കുന്നതിന് നല്ലൊരു സ്വാദ് കിട്ടും. കല്ലിൽ ചതച്ച പിന്നെ വെളിച്ചെണ്ണയിൽ അത് മൂത്ത് വരുമ്പോൾ നല്ലൊരു വാസനയാണ് ഇവിടെ എല്ലാം. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ആ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ഒരുമാതിരി ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ഉപ്പ് മാത്രം ഇട്ട് വേവിച്ച് വെച്ച് കൂർക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടി എന്നിട്ട് അതിനെ നന്നായിട്ട് യോജിപ്പിക്കുക. ആ കൂർക്ക അതിനകത്ത് കിടന്ന് നല്ല മൊരിഞ്ഞ് വരണം. അപ്പോൾ ഇനി ഇതൊന്ന് മിക്സാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തീ ഒന്ന് കുറയ്ക്കണം. തീ ഒന്ന് കുറച്ചിട്ട് മീഡിയം തീയിലിരുന്നിട്ട് വേണം ആ കൂർക്ക നല്ല മൊരിഞ്ഞ് മെഴുക്ക് വരട്ടിയുടെ പരുവത്തിൽ ആക്കിയെടുക്കാനായിട്ട്. അത് വെളിച്ചെണ്ണയിൽ തന്നെ കിടന്ന് മൊരിഞ്ഞ് ഉണ്ടാക്കുന്നതാണ്, മൊരിയിച്ചുണ്ടാക്കുന്നതാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇതൊക്കെ കുറച്ച് സമയം എടുത്ത് ചെയ്യുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ കൂർക്കയൊക്കെ ഒരുമാതിരി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ കുറച്ച് പെപ്പറും നല്ല ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും എന്നിട്ട് നമുക്ക് യോജിപ്പിച്ചിട്ട് ഇതിനെ നമുക്ക് സെർവ് ചെയ്യാം. ചൂട് ചോറിൻ്റെ കൂടെ നല്ലൊരു മെഴുക്കുവരട്ടിയായിട്ട് ഈ കൂർക്ക മെഴുക്കുവരട്ടി എടുക്കാം. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ നോട്ടിഫിക്കേഷൻ ബെല്ലും ഒന്ന് പ്രസ് ചെയ്തേക്കണേ.